ഇപ്പോൾ മക്കളെ നമ്മൾ കുറേ ആയി വീഡിയോയിൽ വന്നിട്ട് പെരുന്നാളും കുട്ടികളും ഒക്കെ കൂടി ആളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത് അത് ഫോൺ കുട്ടികളെ എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒച്ചപ്പാട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഓളിവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം. അപ്പോൾ നമ്മളൊരു കുക്കർ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചിക്കൻ ഇതിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിസ്മിൽ ജെല്ലി നമ്മളെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിക്കണേ ഗ്യാസുമ്മക്ക്. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ നിന്നാൽ നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ കുറച്ച് അടി പിടിച്ചതാണ് കാണുന്നത് കേട്ടോ. മുത്തുള്ള നമ്മൾ ബിരിയാണി വെച്ച്. അപ്പോൾ നമ്മൾ ഡാൽഡാനെയ്യും കാശ്മീരി ഓയിലും സൺഫ്ലവർ ഓയിൽ കാശ്മീരി മുളകും അതും പിന്നെ നമ്മളെ ബിരിയാണിയോട് മിക്സ് ആക്കിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ വയന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് തട്ടിക്കൂട്ട് ബിരിയാണി അപ്പം മുരിങ്ങൊന്നുമില്ല, വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ ആകെ ചിക്കൻ വരിഞ്ഞ് വരുന്നപ്പോൾ ആകുമ്പോഴേക്ക് തട്ടിക്കൂട്ടുള്ള സാധനത്തിൽ അടുപ്പത്ത് ഗ്യാസുമ്മ തന്നെ നമ്മൾ അരി തിളപ്പിച്ചിട്ടാണ് വെള്ളം വെച്ച് പോകണം. കയ്യിൽ ഗ്രാമും പട്ടയും ചെറുനാരങ്ങ ഉപ്പും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ടയറൊക്കെ. അപ്പോൾ ഉള്ളി വഴന്ന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി സോസ് നമ്മളെ മറ്റേ ഇതാണ് പറയാം സോയാബീൻ്റെ സോസ് ഇപ്പം പറയാം ഈ സോസിന് സോയാ സോസ് അത്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ അതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ഗരം മസാലപ്പൊടി മോടില്ല അപ്പോൾ അത് ഇടണി. അതിന് പകരം ഗരം മസാല ഇട്ടിക്കണം. അപ്പം ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചത് വെച്ച് ഇത് തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അരച്ച് വെച്ചതാണ്. പക്ഷേ കഴിക്കും തൈരും ചെറുനാരങ്ങ ഒന്നും ഇടില്ല. അപ്പം ഞാൻ അതിന് പകരം മോര് വെച്ചിട്ടോ വെക്കല്. മോര് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചപ്പ് കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ അതായി കിട്ടും. അപ്പോൾ നമ്മളെ ഇറച്ചി മസാലയിലിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മളെ ചോറ് ഊറ്റി ഇതിട്ട് ദമ്മിൽ വെച്ചിട്ടുണ്ട്. അത് മസാല ഒറ്റ വിസിലടിച്ചാൽ മതി. പിന്നെ ഈ കയ്യിലൊന്ന് 3/4 രൂപയാവും മതി ഊറ്റിയിൽ. എന്നിട്ട് വിസിൽ വരണ്ട. ഒന്ന് ആവി കയറിയാൽ നമുക്ക് ഓഫാക്കട്ടെ. വിസിൽ ഊരാതെ അതിന് വെച്ചാൽ മതി. പക്ഷേ വിസിൽ അടിക്കേണ്ട ആവശ്യത്തിൽ ആവി ഇങ്ങനെ വരുന്നത് നമുക്കറിയാതെ. അപ്പോൾ നമ്മൾ ഓഫാക്കിയാൽ നല്ല അടിപൊളി ബിരിയാണി റെഡി ആക്കണം കേട്ടോ. ഞാൻ അതിൽ നിന്ന് റൈസൊന്ന് മാറ്റിയതാണ്. ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിനാട്ടോ. അപ്പോൾ മക്കളെ ഞാൻ നമ്മളെ കുക്കർ ബിരിയാണി വെച്ച് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെച്ചാണ് നിങ്ങൾക്ക് കാട്ടിത്തരാം. നല്ലതാണ് കേട്ടോ. ചൂട് ഉള്ളിക്കൊക്കെ